നിരീശ്വരവാദികളും നിരീശ്വരവാദി സംഘടനകളും തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരുന്ന ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിരീശ്വരവാദികൾക്ക് ഇടയിൽ തന്നെ സംശയമുണ്ടാക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് ഒന്ന് പഠിക്കാം. നിരീശ്വരവാദത്തിന് ഒരു നിയമാവലി ഉണ്ടോ? നേരെ വിഷയത്തിലേക്ക് തന്നെ പോക്കാം. നിയമാവലി എന്ന് പറയുന്നത് അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒന്നാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒന്നിൽ നിന്നുകൊണ്ട് ആർക്കും ഒന്നും തന്നെയും സ്വതന്ത്രമായി ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാനും ചെയ്യാതെ ഇരിക്കുവാനും നിയമാവലി നോക്കി മാത്രം പ്രവർത്തിക്കേണ്ടിവരും. മതം, ഭരണകൂടം, രാഷ്ട്രീയ പ്രസ്ഥാനം, സംഘടനകൾ, പല വിധത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എന്തിനും ഏതിനും ഒരു നിയമാവലി ഉണ്ട്. അത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിൽ സാമൂഹിക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന സ്വഭാവമുള്ള ഏത് ഒന്നിനും പ്രവർത്തിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സംഘടനാപരമായി പ്രവർത്തിക്കുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കും ഒരു നിയമാവലി വേണം എന്ന അത് തികച്ചും വാസ്തവമാണ്. എന്നാൽ സംഘടന സ്വഭാവം വേണം നിരീശ്വരവാദത്തിന് പ്രവർത്തിക്കാൻ എന്ന ഒരു നിർബന്ധവുമില്ല. വ്യക്തിപരമായി തന്നെ പ്രവർത്തന മേഖലകൾ നിരവധിയുള്ള ഒന്നാണ് നാസ്തികത എന്നത്. കാരണം നാസ്തികത എന്ന് പറയുന്ന ഒന്നിന്റെ തുടക്കം തന്നെ മനുഷ്യന്റെ ഓർമ്മ, ചിന്ത, യുക്തി, ബുദ്ധി, സ്വബോധം ഈ പറഞ്ഞ മനുഷ്യ മനസ്സിന്റെ നിഗൂഢതലങ്ങളിൽ നിന്നും വളർന്ന വലുതായി ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വതന്ത്ര ചിന്തയുടെ ഒരു ലോകം എന്ന് തന്നെ പറയാം. നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒന്നിനെ മാത്രമേ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയൂ. മനുഷ്യ മനസ്സിന്റെ ചിന്തകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ആരെ കൊണ്ടും കഴിയില്ല. അവനവനെ കൊണ്ട് പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിന്തകൾ നിയന്ത്രിക്കുവാൻ വേണ്ടി മാത്രം പലതരത്തിലുള്ള മാർഗങ്ങളും നോക്കി പരാജയപ്പെടുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാം തന്നെ. മനുഷ്യ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കുവാനാണ് മതങ്ങൾ പതിപ്പിക്കുന്നതെങ്കിൽ നാസ്തികത പറയുന്നത് അതിനെ സ്വതന്ത്രമാക്കുക എന്നതാണ്. നാസ്തികതയും മതവിശ്വാസങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്ന ഒന്നിന് ഒരിക്കലും ഒരു നിയമാവലി ഉണ്ടായിരിക്കുകയില്ല. ഉണ്ടായാൽ അത് പിന്നെ സ്വതന്ത്ര ചിന്തയുടെ പുറത്തായി. അതിനാൽ സംഘടന പ്രവർത്തനങ്ങൾക്ക് പുറത്ത് നിരീശ്വരവാദത്തിന് ഒരു നിയമാവലി വെച്ച് പ്രവർത്തിക്കുക എന്നത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. എല്ലാം നിരീശ്വരവാദികളും ഒരേ രീതിയിൽ ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മതവിശ്വാസികളും നാസ്തികതയും തമ്മിൽ വ്യത്യാസമില്ലാതായി. അങ്ങനെ ആയാൽ അതിനെ പിന്നെ നാസ്തിക മതം എന്ന് വിളിക്കേണ്ടി വരും. നാസ്തിക മതക്കാർ എന്ന് നിരീശ്വരവാദികളെ വിശ്വാസികൾ പരിഹാസപൂർവ്വം വിളിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ യുക്തിപരമായി പരിശോധിച്ചാൽ ഈ പ്രസ്താവന തികച്ചും ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മതവിശ്വാസം എന്നാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്. ഇത്തരത്തിൽ ഒരു നിയന്ത്രണങ്ങളും നാസ്തികത വിഭാവനം ചെയ്യുന്നില്ല. അതാത് കാലത്തെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് മാത്രമാണ് നാസ്തികത പറയുന്നത്. അത് എങ്ങനെ വേണമെന്ന് ഓരോ വ്യക്തികൾക്കും അവരുടെ യുക്തിക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാം. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം മതവിശ്വാസത്തിലില്ല. അവിടെ മത നിയമവാലികൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ വ്യക്തികളുടെ മേലുണ്ട്. അത് അനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ എന്ന് ഓരോ മതവും നിർബന്ധം പിടിക്കുന്നു. അതുമൂലം വ്യക്തി സ്വാതന്ത്ര്യം, സ്വതന്ത്ര ചിന്ത, വ്യക്തിപരമായ തീരുമാനങ്ങൾ ഇവ ഒന്നും മതവിശ്വാസം അനുവാദിച്ച് തരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മതനിയമങ്ങൾ ധാർമ്മികത എന്ന പേരിൽ ഇന്നും തുടരുന്നുവാൻ മതവിശ്വാസം പഠിപ്പിക്കുമ്പോൾ കാലത്തിന് അനുസരിച്ച് ജീവിക്കുക എന്ന ധാർമ്മിക ബോധം ഉണ്ടാക്കുകയാണ് നാസ്തികത പിന്തുടർന്ന രീതി. ഒരു നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ മതവിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയൂ. എന്നാൽ നാസ്തികർക്ക് നിലവിലുള്ള ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസരിച്ച് മറ്റ് ഒരു നിയമാവലിയും നിയന്ത്രണങ്ങളും ഇല്ലാതെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയും. ഇങ്ങനെ ഏതു വിധത്തിൽ നോക്കിയാലും മതവും നാസ്തികതയും തമ്മിൽ പൊതുവായി ചേർന്നു പോകുന്ന യാതൊരുവിധ ഘടകങ്ങളും കണ്ട് എത്തുവാൻ കഴിയില്ല. ഇങ്ങനെയിരിക്കെയാണ് മതവുമായി ഒരു ബന്ധവുമില്ലാത്ത നാസ്തികയെ നാസ്തികത മതം എന്ന് പറഞ്ഞ് മതവിശ്വാസികൾ പരിഹാസ രൂപേണ വിളിക്കുന്നതെന്ന് ഓർക്കണം. ഒരു നിയമാവലിയും നിയന്ത്രണങ്ങളും ഇല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്ന് വരില്ലേ? അത് സമൂഹത്തിന്റെ ധാർമ്മികയെ നശിപ്പിക്കുകയില്ലേ? അങ്ങനെ നോക്കിയാൽ നാസ്തികത സമൂഹത്തിൽ അധാർമിക വളർത്തുക അല്ലേ ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾ നാസ്തികയെ എതിർക്കുവാൻ വേണ്ടി ദൈവവിശ്വാസികൾ സ്ഥിരം വിമർശന രൂപേണ നാസ്തികതർക്ക് നേരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹം കൽപ്പിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ആ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതിൽ ദൈവവിശ്വാസികൾ എന്നോ നാസ്തികർ എന്നോ ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ
ആ സമൂഹത്തിന് മുഴുവൻ ഒരേപോലെ ബാധകമാകുന്ന ധാർമ്മിക മൂല്യങ്ങൾ അടങ്ങിയ നിയമവ്യവസ്ഥയാണ് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭരണഘടന എന്ന് പറയുന്ന നിയമ സംവിധാനം. അത് പിന്തുടർന്ന് ജീവിക്കുക എന്നത് ആ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹം കൽപ്പിക്കുന്ന ധാർമ്മിക നിയമവ്യവസ്ഥ പാലിച്ച് ജീവിക്കുക എന്നതാണ് നാസ്തികത വിഭാവനം ചെയ്യുന്ന ധാർമ്മികത മൂല്യങ്ങൾ. അതിന് അപ്പുറത്ത് വരുന്ന എന്തും സ്വന്തം യുക്തിക്ക് അനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് ജീവിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റ് ഒരു നിയമാവലിയും നിയമവ്യവസ്ഥയും നാസ്തികതർക്ക് പിന്തുടർന്നുവാനില്ല. മതവിശ്വാസികളുടെ കാര്യത്തിൽ സമൂഹത്തിന്റെ നിയമവ്യവസ്ഥയേക്കാൾ അവർ വില കൽപ്പിക്കുന്നത് മതനിയമങ്ങൾക്കാണ്. സമൂഹത്തിന്റെ നിയമവ്യവസ്ഥ അനുവാദിക്കുന്ന ഒന്ന് അവരുടെ മതനിയമം അനുവദിക്കുന്നില്ല എങ്കിൽ അവർ അതിനെ ധാർമ്മികമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും ചെയ്യും. മതവിശ്വാസികളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം മതനിയമങ്ങളും മതഗ്രന്ഥങ്ങളും മാത്രമാണ്. അത് കഴിഞ്ഞേ അവർക്ക് മറ്റ് ഏത് നിയമവ്യവസ്ഥയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹം ധാർമ്മികമായി കാണുന്ന പല ധാർമ്മിക മൂല്യങ്ങളും അവർക്ക് അവരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതനിയമങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ഉള്ള ധാർമ്മിക മൂല്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചേരുന്നില്ല എന്ന് കണ്ടാൽ അവർ അതിനെയെല്ലാം തള്ളിക്കളയുകയും എതിർക്കുകയും ചെയ്യുന്നു. ഇതുവഴി ധാർമ്മികത എന്ന പേരിൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ചേരാത്ത പല കടൻ നിയമങ്ങളും ധാർമ്മികത എന്ന പേരിൽ മതവിശ്വാസികൾ പിന്തുടരുന്നു. ഇന്നും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. ധാർമ്മികത എന്ന് പറയുന്നത് കാലത്തിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പണ്ടേതെ ധാർമ്മികത ഇന്ന് ചിലപ്പോൾ അധാർമികതയായി മാറിക്കഴിഞ്ഞു കാണും. മനുഷ്യൻ പുതിയ പുതിയ അറിവുകൾ നേടുന്നതിന് അനുസരിച്ച് അവന്റെ ധാർമ്മിക ചിന്തകളിലും ധാർമ്മിക മൂല്യങ്ങളിലും കാലത്തിന് അനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. അവ അംഗീകരിച്ച് കാലത്തിന് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് യുക്തിബോധമുള്ള മനുഷ്യൻ പിന്തുടരേണ്ട രീതി. എന്നാൽ അതിന് പകരം മതവിശ്വാസികൾ ഇവിടെ ചെയ്യുന്നത് തങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഇന്നത്തെ ആധുനിക സമൂഹം പിന്തുടരാണ്. അതാണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കുന്ന തെറ്റായ രീതിയാണ് മതവിശ്വാസികൾ ഇന്നും ധാർമ്മികത എന്ന വിഷയത്തിൽ ചെയ്യുന്നത്. അതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം മതമാണ് ധാർമ്മികത പതിപ്പിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയാണ്. യാഥാർത്ഥ്യത്തിൽ ധാർമ്മികത എന്നത് ഒരു മതത്തിന്റെയും സംഭാവന അല്ല, മറിച്ച് അത് അതാത് കാലത്തിന്റെ സംഭാവനയാണ്. കാലത്തിന് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള സതി, ശൈശവ വിവാഹം, അയിത്തം, അടിമ സമ്പ്രദായം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അന്നത്തെ സമൂഹത്തിൽ ധാർമ്മികമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഇവ എല്ലാം നിയമവിരുദ്ധവും അധാർമികവുമാണ്. വെറും ഒരു നൂറ്റാണ്ടിന് മുമ്പ് മാത്രമുണ്ടായിരുന്നു ധാർമ്മിക ബോധത്തിൽ തന്നെയും ഇത്ര അധികം വ്യത്യാസങ്ങൾ വന്നു എങ്കിൽ നൂറ്റാണ്ടുകൾ തന്നെ പഴക്കം ചെന്ന മതധാർമ്മികതയും ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളും തമ്മിൽ എത്ര അധികം മാറ്റങ്ങൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ധാർമ്മിക എന്ന വിഷയത്തിൽ വന്ന് കാണുമെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ മതങ്ങൾ ധാർമ്മിക എന്ന പേരിൽ പതിപ്പിക്കുന്നത് കാലത്തിന് ചേരാത്ത അധാർമിക പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ തന്നെയും ധാർമ്മികത എന്ന വിഷയത്തിൽ മതവിശ്വാസികളെക്കാൾ ഉയർന്ന ധാർമ്മിക ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവർ നാസ്തികരാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പൊതുവായി ഒരു നിയമാവലിയും ധാർമ്മികത മൂല്യങ്ങളും ഇല്ല എങ്കിൽ പിന്നെ നാസ്തികർക്ക് പൊതുവായി ഒരു നിലപാട് ഉണ്ടാക്കുന്നത് എങ്ങനെ? പൊതുവായി ഒരു നിലപാട് ഇല്ലാതെ പല വിഷയങ്ങളിലും പല നിലപാടുകളും ആശയങ്ങളും നാസ്തികർക്ക് ഇടയിലുണ്ടായാൽ അത് തന്നെ നാസ്തികതയുടെ പോരായ്മ അല്ലേ തുറന്നു കാണിക്കുന്നത്? ഈ വിവിധത്തിലുള്ള ചോദ്യങ്ങൾ മതവിശ്വാസികളുടെ ഇടയിൽ നിന്ന് നാസ്തികതക്ക് എതിരെ ഉയർന്നു വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. കാരണം അവർ അവരുടെ മതവിശ്വാസം പോലെയുള്ള ഒന്നാണ് നാസ്തികത എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. മതവിശ്വാസികൾ എല്ലാവരും ഒരേപോലെ ചിന്തിക്കാണ് പ്രവർത്തിക്കാണ് എന്ന് പഠിപ്പിക്കുന്ന മതനിയമാവലികൾ നാസ്തികതക്കും വേണമെന്ന് അവർ ചിന്തിക്കുന്നു. ആ ചിന്തയുടെ ഫലമാണ് ഇത്തരം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നതിന് കാരണം. മതവിശ്വാസം പോലെ നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒന്ന് അല്ല നാസ്തികത എന്ന് നമ്മൾ മുമ്പ് വിവരിച്ചു കഴിഞ്ഞു. മറിച്ച് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്ര ചിന്തക്കും ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ നിലക്ക് എല്ലാവരും ഒരേപോലെ ചിന്തിക്കാണ് പ്രവർത്തിക്കാണ് എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തയുടെ മേലും വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നു കയറ്റമാണ്. അതിന് അനുവാദിച്ചാൽ പിന്നെ സ്വതന്ത്ര ചിന്തയുടെ ഫലമായ നാസ്തികത തന്നെ ഇല്ലാതായി. അത് നാസ്തികയെ കുഴിച്ചു മൂടുന്ന പ്രവൃത്തിയാണ്. പുരോഗമന ആശയങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഉണ്ടാകുന്നത് സ്വതന്ത്ര ചിന്തയുടെ ഫലമാണ്.
സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇവ ഉണ്ടാക്കുകയില്ല. നൂറ്റാണ്ടുകൾ ആയി തുടർന്നു പോരുന്ന പല ആശയങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കാൻ സ്വതന്ത്ര ചിന്ത കൊണ്ട് മാത്രമേ കഴിയൂ. ഉദാഹരണമായി 1-2 വിഷയങ്ങൾ നോക്കാം. സ്വവർഗ ലൈംഗികത, സ്വവർഗ വിവാഹം, ഭ്രൂണഹത്യ, ദയാവധം തുടങ്ങിയ ധാർമ്മിക വിഷയങ്ങൾ പരിശോധിച്ചാൽ മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഇന്നും ഇവ നിയമവിരുദ്ധവും അധാർമിക പ്രവൃത്തിയുമായി കാണുന്നു. എന്നാൽ പുരോഗമന ആശയങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മത നിയമങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളിൽ ഇവയിൽ പലതും നിയമപരവും ധാർമ്മികവുമായി കാണുന്നു. ഈ വ്യത്യാസം കാണിക്കുന്നത് മത നിയമങ്ങളും സ്വതന്ത്ര ചിന്തയുടെ ഫലമായ പുരോഗമന ആശയങ്ങളും ധാർമ്മികത എന്ന വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന പരസ്പര വിരുദ്ധമായ രണ്ട് ധാർമ്മിക മൂല്യങ്ങളാണ്. പുരോഗമന ആശയങ്ങൾ കാലക്രമേണ മാത്രമേ സാമൂഹിക ബോധത്തിന്റെ ഭാഗമായി തരൂ. കാരണം അങ്ങ് വരെ തുടർന്നു പോന്നിരുന്ന ഒന്ന് സമൂഹം പെട്ടെന്ന് അങ്ങ് തള്ളിക്കളഞ്ഞ് പുരോഗമന ആശയങ്ങൾ സ്വീകരിക്കുകയില്ല. അതിന് ആദ്യം സമൂഹത്തിൽ ബോധവൽക്കരണ വേണം. ഈ ബോധവൽക്കരണത്തിൽ കൂടി മാത്രമേ ഇത്തരം പുരോഗമന ആശയങ്ങളിൽ സമൂഹം നൂറ്റാണ്ടുകളായി പിന്തുടർന്ന തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ കഴിയൂ. അതിന് ഇത്തരം വിഷയങ്ങളിലുള്ള ശരിയായ അറിവുകൾ കൂടിയേ തീരൂ. അത് സമൂഹത്തിൽ ഉയർന്ന് വരുന്നതിന് അനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ സമൂഹത്തിന്റെ അതുവരെ ഉണ്ടായിരുന്ന ധാർമ്മിക കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അത് കാലക്രമേണ ആ സമൂഹത്തിൽ ഇത്തരം പുരോഗമന ആശയങ്ങൾ ആ സമൂഹത്തിന്റെ ഭാഗമായി തീരും. അതോടുകൂടി അങ്ങ് വരെ ഇത്തരം വിഷയങ്ങളിൽ തുടർന്നു പോരുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് പകരം പുതിയ ധാർമ്മിക മൂല്യങ്ങൾ ഈ വിഷയത്തിൽ സമൂഹത്തിൽ വരും. അത് വഴി പഴയ ധാർമ്മിക മൂല്യങ്ങൾ അധാർമികവും പുതിയവ ധാർമ്മികവുമായി തീരും. ഇങ്ങനെയാണ് കാലം എന്ന ഒന്ന് ധാർമ്മിക നിർണയിക്കുന്ന ഘടകമായി മനുഷ്യ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാലാണ് പറയുന്നത് സമൂഹത്തിന്റെ ധാർമ്മികത നിർണയിക്കുന്നത് മതങ്ങളല്ല, മറിച്ച് കാലമാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതിന്റെ തെളിവാണ് പണ്ട് ധാർമ്മിക എന്ന് കണ്ടിരുന്ന പലതും ഇന്ന് അധാർമികമായി തീർന്നതിന് കാരണം. എന്നാൽ പുരോഗമന ആശയങ്ങൾ സമൂഹത്തിന്റെ ധാർമ്മികതയായി മാറുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ പുരോഗമന ആശയങ്ങളിൽ വലിയ അഭിപ്രായം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് സമൂഹത്തിൽ തർക്ക വിഷയങ്ങളുമായിരിക്കും. ഇന്ന് സ്വവർഗ ലൈംഗികത, സ്വവർഗ വിവാഹം, ഭ്രൂണഹത്യ, ദയാവധം തുടങ്ങിയ വിഷയങ്ങളിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിന്റെ തെളിവാണ്. ഇവയിൽ ശരി ഏത് തെറ്റ് ഏത് എന്ന വിഷയത്തിൽ സമൂഹത്തിൽ ഭൂരിപക്ഷം ഏതോ അതായിരിക്കും ആ സമൂഹത്തിന്റെ ഈ വിഷയങ്ങളിലുള്ള ധാർമ്മികത നിർണയിക്കുന്നത്. ആ ഭൂരിപക്ഷ അഭിപ്രായം മാറുമ്പോൾ ആ സമൂഹത്തിന്റെ ഈ വിഷയങ്ങളിലുള്ള ധാർമ്മികതയും മാറുന്നു. സമൂഹത്തിൽ ഇത്തരത്തിൽ മാറിവരുന്ന പുരോഗമന ആശയങ്ങളിൽ വ്യത്യാസ നിലപാടുകൾ നാസ്തികർക്ക് ഇടയിൽ തന്നെ ഉണ്ടാക്കാം. കാരണം നാസ്തികരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ നിലവിൽ ഇരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളായിരിക്കും അവരിൽ പലരും പുരോഗമന ആശയങ്ങളിലുള്ള ശരിയായ അറിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ തുടർന്ന് പോരുക. നാസ്തികതയിൽ വ്യക്തി തീരുമാനങ്ങൾക്കാണ് പ്രധാന സ്ഥാനം. എന്നതിനാൽ തന്നെ നാസ്തികരുടെ വ്യക്തി തീരുമാനങ്ങൾ ഓരോ പോലെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതിന് കാരണം ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായി ചിന്തിച്ച് ഏത് ഒരു വിഷയത്തിലും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പൂർണ്ണമായും വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സ്വതന്ത്ര ചിന്ത രീതിയാണ് നാസ്തികത എന്നതാണ്. അപ്പോൾ നാസ്തികതരുടെ ഓരോ വിഷയത്തിലുള്ള അറിവുകൾക്ക് അനുസരിച്ച് അവരുടെ തീരുമാനങ്ങളിലും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് നാസ്തികതയുടെ ഒരു പോരായ്മ അല്ല, മറിച്ച് അതാണ് നാസ്തികതയുടെ മഹത്വം. സ്വതന്ത്ര ചിന്തയുടെ വളർച്ചയ്ക്കും യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും പുരോഗമന ആശയങ്ങൾ വളർത്തുവാനും നാസ്തികത വിഭാവനം ചെയ്യുന്ന ഈ സ്വതന്ത്ര ചിന്തക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മാത്രമേ കഴിയൂ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെയേ ചിന്തിക്കാവൂ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഒരേപോലെ ചിന്തിക്കാൻ മാത്രം അനുവാദിക്കുന്ന മതനിയമങ്ങൾ കൊണ്ട് ഗുണം ഒന്നും തന്നെയില്ല. മറിച്ച് അവ പഴഞ്ചൻ മതനിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം മനുഷ്യനെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അനുവാദിക്കുന്ന ഒരു പഴഞ്ചൻ ചിന്തരീതിയാണ്. ഈ പഴഞ്ചൻ ചിന്തരീതി വ്യക്തി സ്വാതന്ത്ര്യം, സ്വതന്ത്ര ചിന്ത എന്നിവ ഇല്ലാതെയാക്കുക മാത്രമാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ എല്ലാം പുരോഗതിയുടെയും അടിസ്ഥാനം സ്വതന്ത്ര ചിന്തയും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. ഇവ രണ്ടും അനുവാദിക്കുന്നില്ല എങ്കിൽ ആ സമൂഹത്തിൽ ഒരു പുരോഗമനവും ഉണ്ടാക്കുകയില്ല. മനുഷ്യരെ ഒരേപോലെ ചിന്തിക്കാൻ പഠിപ്പിച്ചാൽ അവിടെ ഒരു നൂതന ആശയങ്ങളും ഉണ്ടാക്കുകയില്ല. അത് ആ സമൂഹത്തിന്റെ പുരോഗതിയെ തടയാനേ ഉപകരിക്കുകയുള്ളൂ. സമൂഹത്തിൽ വ്യത്യാസ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് പുരോഗതി നേടുവാൻ മനുഷ്യന് കഴിയൂ. അതിനാൽ അഭിപ്രായം വ്യത്യാസങ്ങൾ എന്നത് നാസ്തികതയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്.
അതുവഴി സാമൂഹിക പുരോഗതി എന്ന നേട്ടവും. നാസ്തികത സമൂഹത്തിന് സംഭാവന ചെയ്യുന്നു. ഒരേപോലെ ചിന്തിക്കുക എന്നത് അല്ല പുരോഗതിയുടെ അടിസ്ഥാനം, മറിച്ച് വ്യത്യസ്തതകളാണ് പുരോഗതിയുടെ അടിസ്ഥാനം. അതിനാൽ വ്യത്യസ്തകൾ പ്രോത്സാഹിപ്പിക്കുന്ന ആശയങ്ങളാണ് പുരോഗമന സമൂഹത്തിന് ആവശ്യം. ആ നിലയിൽ വ്യത്യസ്തകൾക്ക് സ്ഥാനമില്ലാത്ത മത ആശയങ്ങളെക്കാൾ സാമൂഹിക പുരോഗതിക്ക് ആവശ്യം വ്യത്യസ്തകൾ നിറഞ്ഞ നാസ്തിക ആശയങ്ങളാണ് പുരോഗമനത്തിന് സമൂഹത്തിന് ഇനി അങ്ങോട്ട് കൂടുതൽ ആവശ്യം.